ഈ കാണുന്നതാണ് മരങ്ങാട്ടുപള്ളി പള്ളി. മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ പേര് നമ്മളെല്ലാ മലയാളികളും കേട്ടിട്ടുണ്ടാവും. യെസ്, നമ്മളെല്ലാവരെയും യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ച, യാത്ര ചെയ്യാൻ കൊതിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിയുടെ ജന്മനാടാണ് മരങ്ങാട്ടുപള്ളി. കോട്ടയം ജില്ലയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ആ മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സഫാരി ടിവിയുടെ സ്റ്റുഡിയോയിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് സാറിനെ കാണാനായിട്ട്. അദ്ദേഹത്തിനെ കാണുകയും അതോടൊപ്പം തന്നെ നമ്മുടെ INB ഡയറീസ് എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കുകയും വേണം. അതാണ് എൻ്റെ പ്രധാന ആവശ്യം. ഒപ്പം നമുക്ക് അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മരങ്ങാട്ടുപള്ളിയിലെ സഫാരി സ്റ്റുഡിയോയും അതേപോലെ തന്നെ ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും പഠിച്ച ആ ഒരു ലേബർ ഇന്ത്യ മാഗസിൻ പ്രസിദ്ധീകരിച്ച് കേരളമെമ്പാടും വിൽപ്പന നടക്കുന്ന ആ ഒരു സ്ഥലം. എന്തായാലും സ്വാഗതം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് മരങ്ങാട്ടുപള്ളിയിലേക്ക്. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ മരങ്ങാട്ടുപള്ളിയിൽ എത്തിയിരിക്കുകയാണ്. മരങ്ങാട്ടുപള്ളിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ലേബർ ഇന്ത്യ അതേപോലെ തന്നെ സഫാരി സ്റ്റുഡിയോ കോംപ്ലക്സിൽ വന്ന് എൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. ഋഷിയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഋഷി കൊടുക്കൂ. ഋഷി കൈമാറുന്നു. ഓക്കെ, ഋഷി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഋഷി, അപ്പ, അമ്മ, ഋഷി, അപ്പപ്പ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ബാബു ബാബു ആരാ? ബാബു വിമൽ കുമാർ എന്ന് വിളിക്കുന്നു അല്ലേ? അപ്പൊ ഷെയ്ക്കാൻ കൊടുക്ക. അപ്പോ എനിക്ക് അവതാരിക എഴുതി തന്ന സാറാണ്. സാർ ഓൾറെഡി കുറച്ചെങ്കിലും വായിച്ചിട്ടുണ്ടാവും. എനിക്ക് പുസ്തകം കിട്ടിയില്ലായിരുന്നു അന്ന്. പക്ഷെ ആ കിട്ടിയത് വായിച്ചു. പക്ഷെ പുസ്തകമായിട്ട് ഞാൻ ഇപ്പോഴാണ് കിട്ടുന്നത്. പിന്നെ ഒരു പുസ്തകം കൂടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോഴത്തെ ഈ ഒരു ഞാൻ ലണ്ടൻ വരെ എഴുത്തുകാർക്ക് ഒരു വെല്ലുവിളിയാവോ? ഇല്ല. അല്ല, എഴുതുന്ന സാധനത്തിന് വേറൊരു ഇമേജാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതെ, നമ്മൾക്ക് കുറച്ചുകൂടെ പക്വത വന്നു, നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായി എന്നൊക്കെ പ്രേക്ഷകർക്കും തോന്നി തുടങ്ങും നമ്മൾ 2 പുസ്തകം എഴുതി കഴിയുമ്പോൾ. അതെ, പിന്നെ സാറിനെ പോലെ ഒരു വേദിയിൽ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റും. അതായത് വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് എഴുത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചില സംഭവങ്ങൾ നമുക്കറിയാം. ചില സ്ഥലത്ത് നമുക്ക് പോയി വീഡിയോ എടുക്കാനോ അവിടെ നിന്നിട്ട് പല കാര്യങ്ങളും തുറന്നു പറയാനോ വീഡിയോയിലൂടെ തുറന്നു പറയാനോ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവില്ലേ? അതൊക്കെ എഴുത്തിലൂടെ വീഡിയോയിൽ വരാത്തതാണല്ലോ പലപ്പോഴും ഒരു സഞ്ചാരിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതെ, മീൻസ് അനുഭവങ്ങൾ, വികാരങ്ങൾ, ചിന്തകൾ, ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും, പക്ഷേ എഴുതുമ്പോഴാണ് കുറച്ചുകൂടി നമ്മൾ ആലോചിച്ച് അതിനൊരു ഷാർപ്നെസ് കൊണ്ടുവന്ന് എഴുതുന്നത്. വീഡിയോയിൽ പറയുമ്പോൾ പലപ്പോഴും അത്രയും ഷാർപ്നെസ് ചിലപ്പോൾ വരണമെന്നില്ല. വായിക്കുന്ന ആളുടെ മനസ്സിലേക്ക് കയറുന്ന മട്ടിലാവണമെന്നില്ല. എഴുത്ത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുത്തും വായനയും ഇല്ലാതാകുന്ന ഒരു തലമുറയാണ് നമ്മുടെ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വായിച്ചോളാം കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പരിപാടികളെ കുറിച്ചൊക്കെ പറയുന്നു. ഇപ്പം യാത്രകളൊക്കെ ആരംഭിച്ചു, ടൂർ പാക്കേജുകളൊക്കെ കൊടുത്തു തുടങ്ങി. നമ്മുടെ വ്യൂവേഴ്സിന് ഈ വീട്ടിൽ TV കണ്ടാൽ പോരല്ലോ, യഥാർത്ഥ നാടൊന്ന് കാണണ്ടേ. അപ്പോൾ അതിന് ഒത്തിരി താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റും. ചില യാത്രകളിൽ ഞാനും ഉണ്ട്. എല്ലാ യാത്രയിലും എനിക്ക് പോകാൻ പറ്റില്ല, അറിയാമല്ലോ. ഈ സ്ഥാപനങ്ങൾ നടക്കണം, ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാ മാസവും 1-2 ടൂറുകളുണ്ട്. 2 ടൂറൊക്കെ ഉണ്ട് എല്ലാ മാസവും. അതെല്ലാം 12-13 ഒക്കെ ദിവസമുള്ള ടൂറുകളാണ്. ഞാൻ ബജറ്റ് ടൂറുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. മീൻസ് സാധാരണ ഏറ്റവും ചെലവ് ചുരുങ്ങി യാത്ര ചെയ്യേണ്ടവർക്കുള്ളതും. പക്ഷെ അതിന് ഇച്ചിരി സമയം എടുക്കും, കാരണം അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, അറിയാമല്ലോ. ഈ ബജറ്റ് ടൂറിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ വിലയൊക്കെ കുറച്ച് വെച്ചാലും എയർലൈൻ എപ്പോൾ വേണമെങ്കിലും ഇത് കൂട്ടാം, അവിടുത്തെ സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാശ്മീർ, എത്രയോ ആളുകൾ ഈ വെക്കേഷന് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അതെ, ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അവരെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്തു. ഈ എയർലൈൻ കമ്പനികളും ഈ ടൂർ ഓപ്പറേഷൻ കമ്പനികളും എല്ലാം വലിയ പ്രതിസന്ധിയിലായി. പലർക്കും പൈസ തിരിച്ചു കിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. അപ്പം ഇത് വലിയ റിസ്കി ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വലിയ ബജറ്റ് ടൂറുകൾക്കൊക്കെ ഒരു വലിയ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം, നല്ല ഞാണിൽമേലക്കളി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതെ, നമ്മളെ പല മേഖലകളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. കാശ്മീരിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ
കശ്മീർ ടൂറിസം, ഡൊമസ്റ്റിക് ടൂറിസം ഭയങ്കര ബൂമായിട്ട് വന്നൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഞാൻ ആക്ച്വലി ഇനിഷ്യലി എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു ഇത് കശ്മീരിലെ ടൂറിസത്തിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ആളുകൾ എന്നാൽ പിന്നെ അവിടെ പോയിട്ടേ ഉള്ളൂ കാര്യം. അത് തന്നെയാണ് വേണ്ടത്. കാരണം ഇന്ത്യ ഇപ്പം ഏതൊരു ശത്രു രാജ്യവും നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്നാൽ ഞാനിനി അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അവന് കീഴടങ്ങല്ല വേണ്ടത്. ഈ സ്ഫോടനം നടന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരാൾ എന്നെ വിളിച്ചു, തൊടുപുഴയിൽ നിന്നാണ്. അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു അഡ്വൈസിന് വേണ്ടി വിളിച്ചതാണ്. ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ടൂർ കമ്പനി, ആ ടൂർ കമ്പനിയിൽ ഞങ്ങൾ കാശ്മീരിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു. ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് പൈസ നഷ്ടപ്പെടും, ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ കേസിന് പോകണം, എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസിനല്ല പോകേണ്ടത്, നിങ്ങൾ കാശ്മീരിന് പോകണം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബോംബ് സ്ഫോടനം നടന്ന് അല്ലെങ്കിൽ അവിടെ ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞു. ഇപ്പോഴാണ് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും അലർട്ടായത്. നമ്മുടെ പോലീസ്, നമ്മുടെ പട്ടാളം, നമ്മുടെ സുരക്ഷാ സേന എല്ലാം അലർട്ടാണ്. ഇനി അങ്ങോട്ട് ആ പ്രദേശത്തേക്ക് ഉടനെ ഒന്നും ഒരു തീവ്രവാദി അടുക്കാൻ ധൈര്യം ഉണ്ടാവില്ല. ഈ സമയത്ത് നിങ്ങൾ ധൈര്യമായിട്ട് പോവുക, അവിടെ നിങ്ങൾ ഏറ്റവും സുരക്ഷിതരായിരിക്കും. ബോംബ് സ്ഫോടനത്തിന് മുമ്പ് പോകുന്നതാണോ ബോംബ് സ്ഫോടനം കഴിഞ്ഞു പോകുന്നതാണോ സേഫ്? അതെ, ശരിയാണ്. ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് പോകുന്നതാണോ നടന്ന് കഴിഞ്ഞു പോകുന്നതാണോ സേഫ്? ചിന്തിച്ച് നോക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ധൈര്യമായിട്ട് പോവുക. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തിൽ ഒരുത്തനും വന്ന് ഭീകരാക്രമണം നടത്തിയിട്ട് നമ്മളെ ആ നാട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണ്ടേ. പിന്നെ ബോംബ് സ്ഫോടനമോ ഭീകരാക്രമണമോ നടന്നു കഴിഞ്ഞാലും നമ്മൾ അടങ്ങില്ല, നമ്മൾ പിന്മാറില്ല എന്ന് തോന്നിയാൽ ഈ സ്ഫോടനമൊക്കെ അങ്ങ് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ സഞ്ചാരികൾക്ക് ലോകത്ത് മാറ്റം വരുത്താൻ പറ്റുന്നേ. സഞ്ചരിക്കുന്നവൻ്റെ ധൈര്യം കാണുമ്പോൾ ബാക്കിയുള്ളവരങ്ങ് മാറി നിൽക്കും. ശരിയാണ്. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാകിസ്ഥാൻ അതിർത്തികളിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഉംലിംഗ്ല പാസ് എന്ന് പറയുന്ന ആ ഒരു റോഡ് വരെ തുറന്നു കൊടുത്തത് ആ അതിർത്തികളിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്, ഒരു പരിധി വരെ. എന്നിട്ട് ഇപ്പൊ ബോർഡറിലേക്കൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പൊ പോകാൻ സാധിക്കുന്നു. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ അതിർത്തികളൊക്കെ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അടച്ചിടുകയും റെസ്ട്രിക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നത് കാരണം അവിടെ പട്ടാളക്കാർ മാത്രമായി പോയി. അല്ലെ, പട്ടാളക്കാർ പോലും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ അവസാനം കുറേ ഭാഗം പാകിസ്ഥാൻ വന്ന് കയ്യേറി. ഇപ്പോൾ ഇവിടേക്കൊക്കെ ടൂറിസം കൂടുതലായിട്ട് തുടങ്ങിയപ്പോൾ ജനങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്കിനും അത് ഒരു ലൈവ് പ്ലേസ് ആയി മാറി. എനിക്കറിയാം അവിടെ പല കാശ്മീരി ആളുകളെയും ഏജൻസികളെയും ടൂർ കമ്പനികളെയും ഒക്കെ അവരുടെയൊക്കെ പ്രതീക്ഷ എത്രയായിരുന്നു അറിയാമോ? അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പ്രതീക്ഷാനിർഭരമായ ഒരു ജീവിതത്തിലേക്ക് വന്നിരുന്നു. ഇപ്പോഴും അവർക്കതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം അവിടെ സ്ട്രോങ് ആയ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുകയും ടൂറിസ്റ്റുകൾ ധാരാളമായി വരികയും അവരുടെ ബിസിനസ് നടക്കുകയും പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ആ നാട് വികസിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ അടുത്ത തലമുറയ്ക്ക് പ്രതീക്ഷയോടെ അവിടെ ജീവിക്കാമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അല്ലാതെ അവിടെ ഈ കാശ്മീരിലുള്ളവരൊന്നും തീവ്രവാദികളല്ല. അവരെ ചില തീവ്രവാദികൾ ദുരുപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നതോ മാത്രമാണ് സ്ഥിതി. അവിടെയുള്ളതൊക്കെ സാധാരണക്കാരായ നല്ല മനുഷ്യരാണ്. എത്രയോ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. ഞാൻ എത്രയോ തവണ അവിടെ പോയി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള വഴി വേണമെന്ന് ആഗ്രഹിക്കുന്ന, വഴി കാണണമെന്ന് ചിന്തിക്കുന്നവർ മാത്രമാണ്. അവർക്ക് ടൂറിസം വലിയൊരു സാധ്യതയാണ്. ടൂറിസം എന്ന് പറയുമ്പോൾ വെറും ആളുകളെയും കൊണ്ട് പോകുന്ന ടൂറിസം അല്ലല്ലോ, അതിൻ്റെ അനുബന്ധമായിട്ട് നിരവധി ഇൻഡസ്ട്രികളുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ്, കാർപ്പറ്റ്, പശ്മിന ഷാൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ നിരവധി മേഖലകളിൽ പണിയെടുക്കുന്നവർക്കുള്ള വരുമാനവും കൂടെയാണ് ടൂറിസം കൊണ്ടുണ്ടാകുന്നത്. ടാക്സി ഡ്രൈവർമാർ, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർ, ഹൗസ് ബോട്ടുകൾ, ഈ ഷിക്കാരകൾ തുഴയുന്നവർ, ഇങ്ങനെ ആയിരക്കണക്കിന് മേഖലകളാണ് ഒരു ടൂറിസത്തിലൂടെ അവർക്ക് കിട്ടുന്നത്. പിന്നെ ട്രാവൽ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ, ഹോം സ്റ്റേകൾ, ചെറിയ വീടിൻ്റെ ഒരു ഭാഗം വാടക കൊടുക്കുന്നവർ, കുതിരയും കഴുതയുമായിട്ട് പോകുന്നവർ, ഏതെല്ലാം മേഖലയിൽ ആളുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മളാണെ പോലും കഴിഞ്ഞ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കശ്മീരിലൊക്കെ പോയിട്ട് രാത്രി സമയത്തൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എന്താല്ലേ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ അവിടെയൊക്കെ യാത്ര ചെയ്തത്. കാരണം നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്കിനുള്ളൊരു ഭീകര അന്തരീക്ഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ടെലിവിഷനിലെ ന്യൂസിനൊക്കെ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ജീവിതം ആർക്കും വേണ്ടല്ലോ. അവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഭീകരതയുള്ളതോ മാത്രമേ ഒപ്പിയെടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും കാശ്മീർ ടൂറിസം ഉണർന്നു വരും പ്രതീക്ഷിക്കാം സംഭവങ്ങൾ. ഈ ശരിക്കും ഞാനിപ്പം ആദ്യമായിട്ടാണ് മരങ്ങാട്ടുപള്ളിയിൽ വരുന്നത്. ഞാൻ സാറിനെ കാക്കനാട് ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഇവരുടെ ലേബർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഇരിപ്പുണ്ട് ലേബർ ഇന്ത്യ മാഗസിൻസ്. പണ്ടൊക്കെ ഞങ്ങളെല്ലാവരും സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് 12ലും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ട്. നമ്മൾ വാങ്ങിച്ച് പഠിച്ചിരുന്ന, റെഫർ ചെയ്തിരുന്ന മെറ്റീരിയൽസ് ആണ് അത്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു.
ലേബർ ഇന്ത്യ മാഗസിൻ അതേപോലെ തന്നെ സഫാരി TV ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഈ മരങ്ങാട്ടുപള്ളിയിൽ നിന്നാണ്, ഈ ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് അല്ലേ. മരങ്ങാട്ടുപള്ളി എന്ന് ധാരാളം കേട്ടിട്ടുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നായിരിക്കും. മരങ്ങാട്ടുപള്ളിയെ ഞങ്ങൾ ലോകത്തിന്റെ കേന്ദ്രസ്ഥാനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണല്ലോ ഇപ്പം നമ്മൾക്ക് ഇനി ഗ്രാമങ്ങളോ പട്ടണങ്ങളോ എന്നുള്ള വ്യത്യാസമില്ല. ടെക്നോളജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, സാറ്റലൈറ്റും ഇന്റർനെറ്റും നിങ്ങളുടെ സ്ഥലത്തുണ്ടെങ്കിൽ, തലയ്ക്ക് മുകളിലൊരു സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബി എ ബ്രോഡ്കാസ്റ്റർ ഫ്രം എനിവെയർ അല്ലേ. അപ്പം നമ്മളുടെ ആത്മവിശ്വാസമാണ് നമ്മുടെ കണ്ടന്റ്, നമ്മളുടെ ആശയം ഗംഭീരമാണെങ്കിൽ മരങ്ങാട്ടുപള്ളിയിലേക്ക് ആൾ വരും. മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് എന്തും ചെയ്യാൻ പറ്റും. കൊച്ചിയിൽ ഓഫീസൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും ഇവിടെ തന്നെയാണ്, മിക്കവാറും ഇവിടെ തന്നെയാണ്. എൻ്റെ സ്ഥാപനങ്ങളുടെ 3 സുപ്രധാന സ്ഥാപനങ്ങളുടെയും പ്രധാന വ്യക്തികളെല്ലാം ഇവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇത്രയേറെ സ്റ്റാഫും വലിയൊരു ശതമാനവും ഇവിടെ തന്നെയാണ്. പ്രധാന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ജനിച്ചു വളർന്ന നാടായത്. അപ്പോൾ ഈ നാട്ടിലെ എല്ലാവരെയും എനിക്കറിയാം, എല്ലാവർക്കും എന്നെ അറിയാം. ലേബർ ഇന്ത്യക്ക് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ടുകാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അതൊക്കെയല്ലേ നമ്മുടെ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവില്ല, നമ്മളെ ആരും അറിയണമെന്നില്ല. ഇവിടെ അതല്ല, ഇവിടെ എല്ലാവർക്കും ലേബർ ഇന്ത്യ അറിയാം, സഫാരി അറിയാം, സന്തോഷ് ജോർജിനെ അറിയാം, എൻ്റെ പേരൻസിനെ അറിയാം, എൻ്റെ പൂർവികരൊക്കെ ജനിച്ചു വളർന്ന നാടാണിത്. അപ്പോൾ സ്വന്തം നാട്ടിലിങ്ങനെ സംരംഭമായിട്ട് പോകുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടുണ്ട്, നമുക്ക് സ്റ്റുഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമോ? ഇത് ലേബർ ഇന്ത്യയും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിങ് ആണിത്. അതാണ് സഫാരി കംപ്ലീറ്റ് അതിനകത്താണ്. ഈ ഒരു ബിൽഡിങ്ങിലോ? സ്റ്റുഡിയോ, ഫ്ലോറ്, എഡിറ്റ് എല്ലാം. ഇതൊക്കെ സാറിന്റെ വണ്ടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ബൈച്ചേട്ടന്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വണ്ടി കളക്ഷൻ ആയിട്ടുണ്ടോ? ഹരവോ ഭ്രാന്തോ ഒന്നുമല്ല. ഞാൻ പല കാലത്തായി മേടിച്ച വണ്ടികൾ വിൽക്കാറാകുമ്പോൾ അതിന് വില കിട്ടില്ല, പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് വെക്കും. ഇതിനകത്ത് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഏതാ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇപ്പോഴും ക്വാളിസ് തന്നെയാണ്. ക്വാളിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മുടെ 2000 വണ്ടി ഞാൻ വാങ്ങിയതാണ്. നമ്മുടെ പണിയൊക്കെ തുടങ്ങി നമ്മൾ ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുന്ന കാലമാണുള്ളത്. ആ സമയത്ത് ഇപ്പൊ ക്വാളിറ്റി ഇല്ല, പക്ഷെ നല്ല വണ്ടിയാണ്. ഹൈക്രോസ് പുതിയത്, അത് നല്ല വണ്ടിയാണ്. മാഗസിന് വേണ്ടി എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? മൊത്തം ഇവിടെ ഒരു 200 ചില്ലുവാൻ ആളുകളുണ്ട്. ഓ അത് ശരി. നമ്മളിപ്പോ സഫാരിയുടെ സ്റ്റുഡിയോയ്ക്കകത്താണ് നമ്മൾ അല്ലേ? സഫാരിയുടെ മെയിൻ സ്റ്റുഡിയോ ഇവിടെ നിന്നാണ് സഫാരി ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. താങ്ക് യു. അത് നിങ്ങളുടെ സ്റ്റുഡിയോ സെറ്റ് അല്ലേ? ഇവിടെ ഇപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന സ്ഥലം. ഓ അത് ശരി. സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്? സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റുഡിയോയ്ക്കകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അന്നേരത്തേക്ക് സെറ്റ് ഇടും. ഗ്രീൻ സ്ക്രീൻ ആണോ? ഗ്രീൻ സ്ക്രീനും കുറച്ച് സെറ്റും രണ്ടും കൂടെ ഒരു കോമ്പിനേഷനാണ്. ശരി. ആ ഒരു ആംബിയൻസും സംഭവങ്ങളൊക്കെ ഒരു കറക്റ്റ്. അത് നമ്മൾ ആദ്യകാലത്ത് ഔട്ട്ഡോർ ആയിരുന്നു ചെയ്തിരുന്നത്. സ്റ്റുഡിയോ സ്റ്റുഡിയോ സംഭവം ഇപ്പൊ എന്നോട് പറയും ക്യാമറ ഓൺ ആക്ക്, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പിന്നെ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ യാത്രക്കിടയിൽ എന്തെങ്കിലും സംസാരിക്കുമല്ലോ, അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ എടാ എന്തോടെ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ അവൻ അത് വീണ്ടും പറയും. നമ്മളത് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കിവിടെ മരങ്ങാട്ടുപള്ളി ഇൻ ആൻഡ് റൗണ്ട് കാണാനായിട്ട് എന്താണ് സജസ്റ്റ് ചെയ്യുക? മരങ്ങാട്ടുപള്ളിയിലെ പ്രധാന കാഴ്ച സഫാരിയും ലേബർ ഇന്ത്യ കണ്ടു. മരങ്ങാട്ടുപള്ളിയിലെ പ്രധാന പ്രതിഷ്ഠ ഞാൻ കണ്ടു. അതെ കണ്ടു. പിന്നെ മരങ്ങാട്ടുപള്ളി ഈ പരിസരത്താണ് ലോകപ്രശസ്തരായ പല ആളുകളും ജനിച്ചത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അകലെയാണ് KR നാരായണൻ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ വീട്. അതിപ്പോഴും അവിടെ ഉണ്ട്. അത് കാണാൻ പറ്റുമോ? ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റും. അവിടെ ശാന്തിഗിരി ആശ്രമമാണ് ഇപ്പൊ അവർ നടത്തുന്നതൊക്കെ. അവിടെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുന്ന നല്ലതാണ്. ഓ ശരി. ഓക്കെ. നാരായണന്റെ വീട് നല്ലൊരു കാര്യം. പിന്നെ KM മാണി മരങ്ങാട്ടുപള്ളിക്കാരനാണ്. പിന്നെ അങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ TK ജോസ് IAS ഉണ്ടല്ലോ, നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ സ്ഥാപകൻ, അദ്ദേഹം മരങ്ങാട്ടുപള്ളിക്കാരനാണ്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ പാലായിക്ക് പോകാം, പിന്നെ ഭരണങ്ങാനത്ത് പോകാം. അൽഫോൻസ് അമ്മയുടെ ഇതുണ്ട്. അതായത് മരങ്ങാട്ടുപള്ളിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വാഗമണിലേക്കും കുമരകത്തേക്കും ഉള്ള ദൂരം തുല്യമാണ്. ഓക്കെ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് വാഗമണിലും എത്താം, 1 മണിക്കൂർ കൊണ്ട് കുമരകത്തും എത്താം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഷനാണിത്. അപ്പോൾ ഞങ്ങൾ വരുന്ന ഗസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ഇവിടെ സഫാരിയിലേക്ക് വരുന്ന ഗസ്റ്റുകളൊക്കെ അവർക്ക് ഏത് ആണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വാഗമണിലേക്ക് ഒന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുമരകത്ത് കൊണ്ടുപോകും. പിന്നെ ചെമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ തന്നെ തറവാടും അവിടെ വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്ന് ഒരു 6-7 വർഷം മുമ്പ് ഞാൻ അന്ന് സോമ നടത്തുന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരു വള്ളത്തിൽ കയറി, ബോട്ടിൽ കയറി അവിടെ പോകണം. അവിടെ തറവാട് പോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. സാറിന്റെ റിസോർട്ടായിട്ട് തന്നെ സാറ് നടത്തണം. അത് വളരെ മികച്ച രീതിയിൽ. ഞാൻ ഇനി റിട്ടയർമെന്റിനോട് അടുത്തോണ്ടിരിക്കുക, എന്നിട്ട് വേണം അത് നടത്താൻ. കാരണം നമ്മുടെ പ്രസൻസ്
ചില കാര്യങ്ങളിൽ എനിക്കൊരു യുണീക്കായ ഒരു ആശയമാണ് അതിനെ കുറിച്ചുള്ളത്. എനിക്കും ആ ഒരു വലിയൊരു ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ ഹോസ്പിറ്റാലിറ്റി. എവിടെയെങ്കിലും ഒരു ഫാമോ തോട്ടമോ അല്ലെങ്കിൽ ഒരു രണ്ടും ചെറുതാണെങ്കിലും ഒരു ഹോം സ്റ്റേയോ, ഞാൻ അവിടെ താമസിച്ച് ഗസ്റ്റിനെ ഹോസ്റ്റ് ചെയ്യണം. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ട്രാവൽ ഏജൻസി തുടങ്ങുന്നില്ലേ, എല്ലാവരും തുടങ്ങുന്നില്ല. എനിക്ക് ട്രാവൽ ഏജൻസി അല്ല താല്പര്യം, എനിക്ക് ഹോസ്പിറ്റാലിറ്റിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് എനിക്ക് എയർ ബി എൻ ബിയിലും ഹോം സ്റ്റേയിലൊക്കെ താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സാധാരണ അവിടുത്തെ ആളുകളോടൊപ്പം. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സാറും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത്, കേരള പാലസ് എന്നും പറഞ്ഞുകൊണ്ട്. അതായത് ഈ ഈ ഭാഗത്തു നിന്നുള്ള പഴയ തറവാടുകൾ കന്യാകുമാരി മുതലുള്ളതുണ്ട്, അവിടെ നിന്നുള്ള എട്ടുകെട്ടുണ്ട്. അതുപോലെ പല ഭാഗത്തു നിന്നുള്ള കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളതുണ്ട്. 12 വീടുകളാണ് സാർ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സാർ. അത് ചെയ്യണം. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. അത് എന്തായാലും സന്തോഷം. സാറിന്റെ വിലയേറിയ സമയം അവിടെ അകത്ത് ഷൂട്ട് നടക്കാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. സാറിന് പോകേണ്ടതായിട്ടുണ്ട്, നമുക്കും പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതായാലും വന്നതിൽ സന്തോഷം. നമുക്ക് ഒരു ദിവസം നമുക്ക് വീട്ടിലൊക്കെ പോവാം. ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കിലായതുകൊണ്ടല്ലേ. ഇറ്റ്സ് ഓക്കേ. കൈ കൊടുക്ക്. എങ്ങനെയാ പോകുന്നുണ്ടോ അതോ ഇവിടെ നിൽക്കുകയാണോ? നീ ഇപ്പൊ എന്ത് ട്രിപ്പിലാന്ന് പറഞ്ഞ ഋഷി? സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിലാ. വെരി ഗുഡ്. എന്നെ കൂടെ കൂട്ടുമോ ഇതിനകത്ത്? ഞാനിവിടെ വരട്ടെ? എന്നെ കൂടെ കൊണ്ടുപോവോ? ഇല്ലേ? അമ്പടാ കള്ള. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓർമ്മിപ്പിച്ചോ മൈക്ക് എടുക്ക. ഇവനാണ് മൈക്ക് എടുക്കപ്പാ. വാവ്, ഇത് ഋഷിക്ക് കിട്ടിയ സമ്മാനമാണല്ലേ? അത് ബാഗാണ്. അത് തോളത്തിടുന്നേ ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്, പിന്നെന്താ ബാഗും ഉണ്ട്, ഗുഡീസ് 2 ഷർട്ടുണ്ട്, 2 ടീഷർട്ടും ഉണ്ട്, ബാഗും ഉണ്ട്. അടിപൊളി. സന്തോഷ് സാറിനെ കണ്ടിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് ആളാട്ടോ. സംസാരത്തിന്റെ എന്ത് ചില്ലായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് സിമ്പിൾ ആയിട്ടാണ്. അതെ അതെ. നമ്മള് ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ KR നാരായണന്റെ ബർത്ത് പ്ലേസ് ഉണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതാണ് നമ്മളെല്ലാവരും കണ്ട മരങ്ങാട്ടുപള്ളി എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങളിപ്പോ ഒരു ഗ്രാമത്തിലെത്തി. ഇവിടെ ഏതായിട്ടാ വീട്? ആണോ? ആ ശരി, നമസ്കാരം. ഇത് ഇവിടെ ഒന്നും ഇല്ലേ? ലൈക്ക് ഇത് മാത്രമേ ഉള്ളോ ഇവിടെ? അതിപ്പോ ഇവര് ശാന്തിഗിരിക്കാർ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ അവർ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിന്റെ വാർഷിക സമയമാകുമ്പോൾ എല്ലാ വർഷവും ജനിച്ച ജന്മനാൾ വരുമ്പോൾ പുതുമൊക്കെ വെട്ടിത്തെളിച്ച് ഇങ്ങനെ കിട്ടും. അല്ല വേറെ സംരക്ഷണമൊന്നും ഇല്ല അല്ലേ? അത് ഈ പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർക്കും അതിർത്തിയുള്ള കാര്യം. പിന്നെ എന്നു വെച്ച് കഴിഞ്ഞാൽ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓ അത് ശരി. ഓക്കെ. ഒരു ഇതുമില്ല. ഇപ്പൊ ചെന്ന് നോക്കുമ്പോൾ കാണാം. ഞാൻ നോക്കട്ടെ. മനസ്സിലായി കേട്ടോ. ആ ശരി. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ജോയി. പുള്ളി പറയുന്നത് അത് മെയിൻറ്റൈൻഡ് അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ നമുക്ക് ഗുരു ശരണം മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ KR നാരായണൻ അവരുടെ ജന്മഗൃഹം എന്താണ് സംരക്ഷണം എന്നാണെന്ന് തോന്നുന്നു. സംരക്ഷണത്തിന്റെ ആ ഒരു ബോർഡ് പോലും സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അകത്ത് കാട് പിടിച്ച് കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അയ്യോ, ഇത് ഭയങ്കര മോശമായിപ്പോയി. അദ്ദേഹം ജനിച്ച വീടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ APJ അബ്ദുൽ കലാമിന് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ മലയാളിയായിട്ടുള്ള KR നാരായണൻ. അദ്ദേഹം ജനിച്ച വീടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഒരു സാഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. നമ്മുടെ ഭാരതത്തിൻ്റെ 10ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള ആദ്യത്തെ രാഷ്ട്രപതി. അദ്ദേഹം ജനിച്ച വീട് ഒരു വലിയൊരു സ്മാരകം മാറ്റി വെക്കേണ്ട ഒരു സ്ഥലമാണ്. അതിങ്ങനെ ലൈക്ക് ഒരു ബോർഡ് പോലും വരുന്ന വഴിക്ക് എവിടെയും വെച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് വീട്ടുകാരുടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. ശരിക്കും ഇതൊരു സ്മാരകമാക്കി മാറ്റേണ്ടതാണ്. നമ്മളിപ്പോൾ തവകയുടെ സ്മാരകം കണ്ടുപോലെ, അതേപോലെ നമ്മൾ അബ്ദുൽ കലാമിന്റെ ഒക്കെ സ്മാരകം പോയി കാണാം. അദ്ദേഹം ജനിച്ച വീടൊക്കെ അവിടെ പോയി കാണാം. എവിടെ? രാമേശ്വരത്ത്. അത് ഗംഭീര സംഭവമായിട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ? രാമേശ്വരത്ത് അബ്ദുൽ കലാമിന്റെ അബ്ദുൽ കലാമിന്റെ വീട് നമ്മൾ കണ്ടതല്ലേ? ശാന്തിഗിരി ആശ്രമത്തിന്റെ അധികാരികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളിത് കുറച്ചും കൂടെ സംരക്ഷിക്കുക. ഇപ്പോൾ ഞാൻ തന്നെ എനിക്കറിയില്ല നിങ്ങളൊരു സംഭവമുള്ള കാര്യം. നമ്മുടെ സന്തോഷേട്ടൻ പറഞ്ഞ അനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നമ്മുടെ രാഷ്ട്രപതി അല്ലേ അദ്ദേഹം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം ഇങ്ങനെ ഇടാൻ പാടില്ല. അത് നല്ലൊരു സ്മാരകമാക്കി മാറ്റണം. അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് വെരി സാഡ്. കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകൾ എനിക്ക് തോന്നുന്നു ഈ പാലാ തൊടുപുഴ ഈ ഭാഗത്താണ് തോന്നുന്നല്ലേടാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പോയതും ഇന്ന് നമ്മൾ പോകുന്നതും ഒക്കെ എന്ത് അടിപൊളി റോഡുകളല്ലേ ഇവിടത്തേക്ക്.
എവിടെ നോക്കിയാലും നല്ല കിടുക്കാച്ചി റോഡുകളും. പാല മാത്രമല്ല, കോട്ടയം ജില്ലയില്, കോട്ടയം ഇടുക്കി ജില്ലകളില് ഈ ഭാഗത്തൊക്കെ നല്ല റോഡുകളാണ്. അത് മാത്രമല്ല ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് കൊട്ടാരം പോലെയുള്ള ഭംഗിയുള്ള വീടുകള്, ഒന്നും പറയാനില്ല. അടിപൊളി സംഭവമാണ്. അപ്പൊ നമ്മളിപ്പോ പാലാ നഗരത്തിലൂടെ വന്ന് നമ്മളിപ്പോ ഭരണങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അൽഫോൻസാമയുടെ കബറിടം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മള് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തിന്റെ ആ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മള്. നീ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്? ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചേച്ചിയും വന്നിട്ടുണ്ട്. അടിപൊളി. ഞാനാണ് ഇപ്പൊ ആദ്യമായിട്ട് വരുന്നത്. അതായത് നമ്മുടെ അൽഫോൻസാമയുടെ കബറിടം ഇതിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സെയിന്റ് അൽഫോൻസ ഷ്രൈൻ ചർച്ച് ആൻഡ് പിൽഗ്രിം സെന്റർ ഭരണങ്ങാനം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. നമുക്ക് മുകളിലേക്ക് കയറാം. പക്ഷേ അവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ലല്ലോ, ഇതൊരു ആരാധനാലയമാണ്. അതിന്റെ മുമ്പിൽ നമുക്ക് കൊടിമരം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലാണ് നമുക്ക് ഇതുപോലെയുള്ള കൊടിമരങ്ങള് പള്ളികളുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ഒരു സീലുണ്ടായിരുന്നു, എന്തുവാ? അൽഫോൻസാമയുടെ. അത് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു, ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. കടമറ്റത്ത് കത്തനാരുണ്ടായിരുന്നു, അതിന് നാടകം ഉണ്ടായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് ഭരണങ്ങാനം എന്ന് പറയുന്ന ആ ഒരു ചെറിയ പട്ടണത്തിലാണ്. ഭരണങ്ങാനം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് തന്നെയുള്ള ഈ കാണുന്ന ഈ ഒരു സമുച്ചയമാണ് അൽഫോൻസാമയുടെ ഖബറിടം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമയുടെ ഈ ഒരു ശവകുടീരം കാണാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഓരോ ദിവസവും എത്തുന്നത്. ദുഃഖവും ആശയും ഒക്കെ കൂട്ടിക്കൂടുന്ന ഈ പുണ്യസ്ഥലത്തെ ശരിക്കും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അൽഫോൻസാമയുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് അന്നക്കുട്ടി മുട്ടത്തുപടത്തിൽ എന്നാണ്. 1910 ഇവിടെ അടുത്തുള്ള കുടമാളൂരിലാണ് അവർ ജനിക്കുന്നത്. ഏറെ യാതനകൾക്കിടയിൽ ദൈവത്തോടുള്ള ഒരു അനുരാഗം മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു സന്യാസിനി 1946 മരണശേഷം വിശുദ്ധിയായി ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. 35 വയസ്സിലാണ് അവർ മരണപ്പെട്ടത്. അൽഫോൻസാമയുടെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പരിധിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം കുറെ കഥകളുള്ള, എനിക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര കഥകളുള്ള ഒരു സ്റ്റോറിയാണ് അതിന്റെ പിന്നിലുള്ളത്. 2008 പോപ്പ് ബെനഡിക്റ്റ് 16 അൽഫോൻസാമയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇവിടെ വന്നിട്ടാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളൊരു ഫലകം അവിടെ അകത്ത് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. ഇവിടെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോകുമ്പോഴത്തേക്കിനും അൽഫോൻസാമയുടെ ആ ഒരു ടോംബ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അകത്ത് പോയപ്പോഴത്തേക്കിനും ആ ഒരു ടോംബിൽ കെട്ടിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കരയുന്ന ധാരാളം വിശ്വാസികളെ എനിക്ക് കാണാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭക്തരുടെ ഒരു ആരാധനാ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നടക്കുന്ന ജപമാല പ്രദക്ഷിണം, അതേപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലെ ആരാധന എന്നിവയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. നല്ല സൗകര്യമുള്ള ഭരണങ്ങാനം നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം. ചുറ്റിനും ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും മറ്റുമൊക്കെയുണ്ട്. ഈ അൽഫോൻസാമയുടെ പ്രാർത്ഥനയിൽ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ രോഗശാന്തി മുതൽ അസാധ്യമെന്ന് കരുതിയ വളരെയധികം മിറാക്കിൾസ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭരണങ്ങാനത്തെ ഈ ഒരു പുണ്യസ്ഥലം ശരിക്കും ആത്മീയ ശാന്തിയും ആശയും ഒക്കെ തേടുന്നവർക്ക് വളരെയധികം നല്ലൊരു ആശ്രയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരു ക്രിസ്തുമത വിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും ഇതിലെ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കയറി ഒന്ന് കണ്ടിട്ട് പോകാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നീ വേളാങ്കണ്ണി പോയതല്ലടാ? വേളാങ്കണ്ണി ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വേളാങ്കണ്ണി പള്ളിയുടെ ഏരിയ മാത്രമേ ഉള്ളൂ മെയിൻറ്റെയിൻ ഉണ്ട്, ബാക്കിയൊക്കെ ഭയങ്കര കച്ചറ. പറയണ്ട, അവിടെ പോകുമ്പോ കാണിച്ചു തരാം. നമ്മള് കന്യാകുമാരി പോയാലും കണക്കായിരിക്കും അല്ലേ? ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, എന്ത് വൃത്തിയായിരുന്നു. ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഫ്രീ അല്ലേ? ഫ്രീ പാർക്കിംഗ്, ഫ്രീ ടോയ്ലറ്റ്, എല്ലാ സംഭവങ്ങളും ഫ്രീ. ശരിക്കും ഉണ്ടല്ലോ, നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഓരോ മധുര പോകുമ്പോഴത്തേക്കിനും അകത്തോട്ട് അമ്പലത്തിന്റെ പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ വണ്ടിയുടെ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കും, പാർക്കിംഗ് ഫീ വേറെ വാങ്ങിക്കും, അമ്പലത്തിൽ കയറാൻ വേറെ പൈസ. കന്യാകുമാരി പോയപ്പോഴും അതെ, കന്യാകുമാരി എത്തുമ്പോൾ തന്നെ 100 രൂപ വാങ്ങിക്കും. പിന്നെ പാർക്കിങ്ങിന് വേറെ, അകത്ത് കയറണമെങ്കിൽ വേറെ, അമ്പലത്തിൽ കയറണമെങ്കിൽ പൈസ, പള്ളി കയറണമെങ്കിൽ പൈസ. വേളാങ്കണ്ണിയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നമ്മുടെ കേരളം. ആ കാര്യത്തില് പാർക്കിംഗ് ഫീ എവിടെയെങ്കിലും ഉണ്ടാവും, ചെറിയ പൈസ എന്നുള്ളതിലുപരിയായിട്ട് പള്ളി കയറാനും അമ്പലത്തിൽ കയറാനും ഒന്നും അങ്ങനെ വലിയ പൈസ ഗുരുവായൂരൊക്കെ ഉണ്ട്. പക്ഷെ അത് സേവയൊക്കെ ചെയ്യുന്ന പോലെയാണ്, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ആ കാര്യത്തിൽ നമ്മളിവിടെ ഭയങ്കര മിടുക്കന്മാരാണ്. സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന പോലെ ഇവിടെ ചൂഷണം പരിപാടികളൊന്നുമില്ല. കർണാടകത്തിലും അങ്ങനെ വലിയ ചൂഷണമൊന്നും ഇല്ലാത്ത തോന്നി. മൂകാംബിക പോലും അങ്ങനെ വലിയ ചൂഷണം പ്രശ്നമാവും. തമിഴ്നാട്ടിൽ എന്താ എനിക്കറിയില്ല അവിടെ എന്താണ് അങ്ങനെ, എനിക്കറിയത്തില്ല എന്നാ സംഭവം എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ സെന്റ് മേരീസ് ആ ഒരു ഫെറോന പള്ളി, വളരെ മനോഹരമായിട്ടുള്ള പള്ളിയുടെ മുമ്പിലൂടെ നമ്മളിപ്പോ ഇറങ്ങി പോവാണ്. കൊള്ളാല്ലേ ഇത്? ഈ ഏരിയ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് പലവണ ഇതിലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലൈക്ക് ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്.
അപ്പൊ ഇനി നമുക്ക് മൂന്നാർക്ക് പോകണം. പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് തൊടുപുഴ കയറിയിട്ട് നമ്മുടെ വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ദാഹമാണ്. ഡീസൽ അല്ല, ഡെഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, തായോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങി ചോദിക്കണം. ഇല്ലാന്നുണ്ട് വണ്ടി ഇനി മുന്നോട്ട് പോകില്ല. ഋഷിക്ക് അങ്ങോട്ട് പോണോന്ന് എടാ പോന്നെ, അവിടെയുള്ള ബിഗ് പള്ളി പോകണം. ഇനിയും പോണോ? ഇനി നമുക്ക് മൂന്നാർ പോയിട്ട് വേറെ പള്ളി പോകാം കേട്ടോ. വേറൊരു കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാല്, താഴെയൊക്കെ അതായത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അവിടെ ആളെ നിർത്തിയിട്ട് അവര് ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ പോലീസ് പിടിച്ചു. നല്ല റോഡായിരുന്നു. അപ്പൊ അത്യാവശ്യം സ്പീഡിലായിരുന്നു. 90 കിലോമീറ്റർ അത്രയായിരുന്നു സാറേ, 93 ഉണ്ടായിരുന്നു. പോലീസ് പിടിച്ചു, ഓവർ സ്പീഡ്. 1500 രൂപ ഫൈൻ. ഇത്ര നേരം മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഞാനൊന്ന് വണ്ടി ഓടിക്കാൻ കയറിയതാ. ഇവിടെ ഹൈവേ പോലീസ് കിടപ്പുണ്ടായിരുന്നു. അല്ലേലും അതായി നല്ല റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ അടിപൊളി റോഡാ. ഇടുക്കി കോട്ടയം ഭാഗത്ത് വന്നു കഴിഞ്ഞാല്. അപ്പൊ പിന്നെ എന്താ ചെയ്യാം, നമുക്ക് കേരളത്തിൽ നല്ല റോഡുകൾ ഇതേപോലെ കിട്ടുന്ന വളരെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെ. സ്വന്തം പേരുള്ളതുകൊണ്ട് തന്നെ അല്ലേ, സ്വന്തം പേരുള്ള വണ്ടി തന്നെ. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ കാർഡ് എടുക്കും, ഗൂഗിൾ പേ എടുക്കും, UPI എടുക്കും, പൈസ എടുക്കും, എല്ലാം എടുക്കും. റെസീപ്റ്റ് 1500 രൂപ. താങ്ക് യു. ഓക്കെ, സന്തോഷം. നല്ല റോഡാ. ഇതാണ് സാറിനോട് ചോദിക്കാം വീട് എവിടെയാന്നൊക്കെ. മോന്റെ പേരെന്താ? ആദം. എത്ര വയസ്സായി? 1 വയസ്സാവുന്നു. അടുത്ത മാസം 1 വയസ്സാവും. കണ്ടത് സന്തോഷം. ബൈ പോലീസ്. അയ്യോടാ അബിയേ, മിണ്ടരുത്. ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് വെറുതെ ഇനിയിപ്പൊ ഒരു മാതൃകയായല്ലോ. ഇനി പതുക്കെ പോവാം. അല്ല അങ്ങനല്ല, ശരി നമ്മള് അറിയില്ലല്ലോ നമുക്ക്. ഇനിയിപ്പം കിടന്ന് മെഴുകണ്ടെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? ഇതാണ് അബിയെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് ദൂരം ഒന്ന് ഓടിക്കാന്ന് എഴുതി കയറിയതാ. അപ്പോഴത്തേക്ക് അങ്ങനല്ല, നമ്മൾ അറിയത്തില്ല. അത്ര നല്ല റോഡല്ലേ, നല്ല അടിപൊളി റോഡല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ വണ്ടി ഇങ്ങനെ പോകുന്ന നമ്മൾ അറിയത്തില്ല. കറക്റ്റ് നമ്മൾ എവിടെ സ്പീഡ് എടുക്കാൻ പറ്റുമോ ആ കറക്റ്റ് സ്ഥലത്തായിരിക്കും പോലീസുകാർ നിൽക്കുന്നത്, ക്യാമറ വെച്ചുണ്ട്. അന്നേരം വാടാ മക്കളേന്നും പറഞ്ഞുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ വാങ്ങിച്ചു. വീട്ടിലേക്ക് അയച്ചില്ല. താങ്ക് യു. ജോബ് ചീറ്റ് പോലെ അടിക്കാൻ പെട്ടെന്ന് കിട്ടിയല്ലോടാ. പെട്ടെന്ന് കിട്ടി. സാധാരണ ഇവര് മറ്റേ ജോബ് ചീറ്റ് ആ സംഭവം അടിക്കത്തില്ലേ, പുള്ളി അത് പെട്ടെന്ന് സാധാരണ ഈ ഡെഫ് വാങ്ങാൻ പറഞ്ഞ 1/2 മണിക്കൂർ പോകുന്ന. നമ്മളിതിപ്പോ തൊടുപുഴയില് ഉള്ള ടൊയോട്ടയിലാണ് വന്നത്. ഇവിടെ പെട്ടെന്ന് സാധനം കിട്ടി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. മമ്മ കഴിച്ച് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി ഉറങ്ങല്ലേ? ഓക്കെ, അപ്പൊ ഇനി അപ്പപ്പ വണ്ടി ഓടിച്ചോളുവേ. അപ്പപ്പ നീയും കൂടെ ഓവർ സ്പീഡ് വാങ്ങണ്ട കേട്ടോ. ഇനിയിപ്പോ ഓവർ സ്പീഡ് ഇല്ല, കുഴപ്പമില്ല, പേടിക്കണ്ട. മൂന്നാർക്കല്ലേ 72 കിലോമീറ്റർ 2.5 മണിക്കൂർ. ചേതാ ഗുഡ് നൈറ്റ് ആണോ? ഓ ഇങ്ങോട്ട് നോക്കേ. എന്താ അപ്പപ്പായേ, എടാ പതുക്കെ വണ്ടി ഓടിക്കണം കേട്ടോ. ഋഷിക്ക് ഉറങ്ങണേ. ഇത് കഞ്ഞിക്കുഴി വഴിയാണോ കാണിക്കുന്നേ? അപ്പൊ നമ്മള് സ്ഥിരം പോകുന്ന വഴിയല്ല കേട്ടോ. ഞാൻ പോയിട്ട് തന്നെ കുറെ നാളായി. ഞാനും പോയിട്ട് കുറെ നാളായി. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായി തോന്നുന്നു. പുറത്ത് ഭയങ്കര മഴക്കാരാണ് കഴിച്ച്. ഇനിയിപ്പോ മിക്കവാറും നമ്മൾ മൂന്നാർ കയറുമ്പോഴത്തേക്കിനും മഴയായിരിക്കും. ഞങ്ങളിപ്പോ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമെത്തി. വണ്ണപ്പുറം ആ ലുക്ക് നോക്കിയ, ആ കോടയൊക്കെ നോക്കിയ, മലയുടെ മേളില് ഇത് കിടു അടിപൊളി. മഴ പെയ്തപ്പോ ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. എനിക്ക് എന്ത് കിടില ഫ്രെയിമാണെന്ന് നോക്ക്, പൊളിച്ച്. ഭയങ്കര കിടില വ്യൂ ആട്ടോ. അപ്പുറത്ത് നമ്മള് കൊറേ ഇങ്ങനെ ഭയങ്കര കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ ഭയങ്കര വ്യൂ ആണ്. പക്ഷെ മഴ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതൊക്കെ വഴിയാടാ അബി കൊണ്ടുപോകുന്നേ? ഗൂഗിൾ മാപ്പ് ആണോ? അടിപൊളി. ദൈവമേ, രാത്രിയാണ് പെട്ടുപോയേനെ കേട്ടോ. അത് ഭയങ്കര കയറ്റം കയറി ഭയങ്കര ഇറക്കമൊക്കെ ഇറങ്ങി ധ്യാനമൊക്കെ നിൽക്കുന്നു. എടാ AC ഒന്നും വേണ്ടടാ, പുറത്തെ തണുപ്പ്. അകത്തേക്കാട്ടി തണുപ്പ് പുറത്ത്. ദൈവമേ, എറണാകുളത്തൊക്കെ എന്ത് ചൂടാന്നറിയോ. ഇടുക്കി ഒരു രക്ഷയില്ല, പൊളി കാലാവസ്ഥ. ഋഷി ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടൊക്കെ കോടാ. ദൈവമേ, എനിക്ക് വയ്യ. ഏതൊക്കെയോ ഊടുവഴി കൂടെയൊക്കെയാണ് നമ്മളെ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുൾ കോടയാണ്. എന്തുവാണ് നീ ഏത് വഴി കൂടെയൊക്കെയാണോ പോകുന്നത്? ഏതോ വഴി. ഈ വണ്ടി പിന്നെ കേറുമല്ലോ. എന്നാലും അതല്ല, കേരളമാണല്ലോ. ഇങ്ങനെയൊക്കെ പോകാൻ പാടുണ്ടോ? പെരിയാറൊക്കെ നേര്യമംഗലം വഴി പോയാ മതിയായിരുന്നു. ഇത് ഏതൊക്കെയോ വഴികളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല ഏതാ വഴിയെന്ന്. ഈ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചിറങ്ങിയാല് മാപ്പ് കാണിക്കുന്ന വഴി കൂടെ തന്നെ പിന്നെ പോകണം. പിന്നെ വേറെ നമ്മൾ വഴി എടുക്കാൻ പറ്റൂല.
അങ്ങനെ നമ്മൾ സെങ്കുളം ഡാമിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. സെങ്കുളം ഡാം ഇത്ര നേരം നല്ല അടിപൊളി വഴികളായിരുന്നു. മൂന്നാറെത്തി കണ്ടോ, പുറത്തൊക്കെ തണുപ്പാ, കോടയാ കണ്ടോ. അങ്ങനെ വന്ന് ദേ ഈ കാണുന്ന ഏലക്കാടുകളിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ബ്രാക്നൽ ഫോറസ്റ്റ്, മൂന്നാറിന് വളരെ അടുത്തുള്ള ഒരു പ്ലാന്റേഷൻ ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചുറ്റും ചീവീടിന്റെ ശബ്ദം കേൾക്കാം. മുകളിൽ നോക്കുമ്പോഴത്തേക്കിനും അവിടെ ഇവിടെ ദൂരെ മാറി നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം. ഒരു കുളമുണ്ട്, ആ ഒരു കുളം വളരെ മനോഹരമായിട്ടുള്ളൊരു കുളം. പിന്നെ ഫുള്ളി ഏലം പ്ലാന്റേഷനാണ്. അങ്ങനെ മൊത്തം ഏലം പ്ലാന്റേഷന്റെ നടുവിലുള്ള ആ ഒരു ബ്രാക്നൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഇത്, ഒരു സൈഡ് വിഷ്ണുടെ ശബ്ദം, ഒരു സൈഡ് ചീവീടിന്റെ ശബ്ദം, മൊത്തത്തിൽ നല്ല നേച്ചർ ശബ്ദമുള്ള ആ ഒരു ബ്രാക്നൽ ഫോറസ്റ്റിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. വന്നുടനെ എന്തത് കുളത്തിലോ? അടിപൊളി. അതിനകത്ത് മുതലുണ്ടെന്ന്, മുതല പിടിച്ച് തിന്നും. കുളത്തില് മുതല, ആ ക്രോക്കഡൈൽ. അങ്ങനെ വന്ന ഉടനെ ഇവിടെ ഉള്ള ഡക്കിയുടെ പുറത്ത് ഇനി തല ഇറങ്ങുന്നില്ല, ഡക്കിയുടെ പുറത്ത് കയറി ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാട്ടോ ഇത്. ചെറുതായിട്ടൊരു ഡ്രോൺ പറപ്പിച്ചായിരുന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് നമുക്ക് രാവിലെ പറപ്പിക്കാം. ബാക്കി സാങ്കേതിക കാരണങ്ങളാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ മറന്നു, അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. ഇനിയിപ്പോ നമുക്ക് രാവിലെ പറപ്പിക്കാം. ചെവിയിടൊന്നും മിണ്ടായിരിക്കുമോ? മിണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ, അവരുടെ സ്ഥലത്തല്ലേ നമ്മളൊന്നും താമസിക്കുന്നത്. മനോജേട്ടൻ ഹായ്. മനോജേട്ടൻ ഇവിടെ മൊത്തത്തിൽ ഇൻ ആൻഡ് റൗണ്ട് ആണ്. ട്രെയിൻ ക്യാച്ചർ, മധുമന്ത്ര, ഇനിയിപ്പോ 3-4 റിസോർട്ടുകൾ, ഇനി പുതിയ റിസോർട്ട്. സ്വന്തനെ ഓക്കെ, ഞാൻ വരാം, ചായ പിടിക്കാൻ വരാം. അപ്പൊ നമ്മൾ താമസിക്കുന്നത് ഇതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു പ്ലാന്റേഷന് നടുവിലുള്ള ഈ ഒരു ബ്രാക്നൽ ഫോറസ്റ്റിൽ ഈ കാണുന്ന മുറിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രാക്നൽ ഫോറസ്റ്റ് വന്നപ്പോൾ നമ്മൾ അപ്പുറത്തെ ബിൽഡിംഗിൽ വലിയൊരു മുറിയിലാണ് താമസിച്ചത്. ഇതും വലിയ മുറിയാ? ഇതും വലിയ മുറിയാണ്. പക്ഷെ ഇവിടെ അല്ലേ നമ്മൾ താമസിച്ചത്? അല്ല. അപ്പൊ ഞാൻ ആരോടെ വന്നപ്പോ ഇവിടെ താമസിച്ചത്? അല്ല, എനിക്കറിയത്തില്ല. ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. അതാ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ താമസിച്ചേ ആണല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മൾ ചീവീടുകളുടെ കാട്ടിലേക്കാണ് സുഹൃത്തുക്കളെ ഇറങ്ങി വരുന്നത്. നോക്കൂ, ആഹാ, എന്താ അല്ലേ ആ ചീവീടുകളുടെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കൂ. ഇത് കണ്ടോ, ഇത് വേറൊരു ചീവീടാ. റെഡ് സ്ലൈഡ് ഉണ്ടോ? ആ ഓക്കെ, കേറാം. ഇത് ചീവീടിനെ കിട്ടിയ കഷ്ടമാണ് ഇത്. ഓക്കെ, മതി. യെസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥയും അതേപോലെ തന്നെ വെതറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ചില്ല് കാലാവസ്ഥ. താഴെ കണ്ടു. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നല്ലേ? മൂന്നാർ ടൗണിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം മാറി ഈ കാണുന്ന ഏലം പ്ലാന്റേഷൻ്റെ നടുവിൽ ഫുൾ ടൈം ചീവീടുകളുടെ ശബ്ദം കേട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫോറസ്റ്റ് ലോഡ്ജാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ബ്രാക്നൽ ഫോറസ്റ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. 5000 രൂപ മുതൽ ഇവിടുത്തെ റൂംസ് അവൈലബിൾ ആണ്. നല്ല കിഡിലൻ ആംബിയൻസ്. ശരിക്കും രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളൊരു ഫോറസ്റ്റിൽ നിൽക്കുന്നൊരു ഫീല്. ചുറ്റിനും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഇപ്പോഴത്തെ ചൂടത്ത് നിന്ന് രക്ഷ നേടാനായിട്ട് മൂന്നാറിലേക്ക് വന്നു കഴിഞ്ഞാൽ കിഡിലും കാലാവസ്ഥയാണ്. രാത്രിയിലൊക്കെ 18, 19, 20 ആയിരുന്നു ഇവിടുത്തെ വെതർ. വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഒരു ചെറിയ മഴയും കൂടെ ഒക്കെ പെയ്ത് കഴിഞ്ഞാൽ ഒരു കിടുക്കാച്ചി ആംബിയൻസ്. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ മടി പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു കിഡിലെ സ്ഥലം. സാധാരണ മൂന്നാറിൽ പോകുമ്പോൾ നമുക്ക് തേയിലത്തോട്ടങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഏലമാണ്, അതായത് കാടമ്പം പ്ലാന്റേഷനാണ്. ഒരു കാടമ്പം പ്ലാന്റേഷന് നടുവിൽ മുമ്പിലൊരു കുളവും ചുറ്റിലും നല്ല പൂക്കളും ചെറിയൊരു പ്ലേ ഏരിയയും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ, ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവ്. അതാണ് നമ്മുടെ ബ്രാക്നൽ ഫോറസ്റ്റ്. അടുത്ത മൂന്നാർ യാത്രയിൽ അതിപ്പോൾ ഫ്രണ്ട്സായിട്ടാണോ ഫാമിലി ആയിട്ടാണോ എങ്ങനെയാണെങ്കിലും
ജസ്റ്റ് ഒന്ന് വന്ന് താമസിച്ച് നോക്കൂ, അപ്പോൾ അറിയാം എങ്ങനെയുണ്ട് ഈ കിഡിലൻ ലൊക്കേഷൻ എന്നുള്ളത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന സമയം മുതൽ ഈ ഒരു നിമിഷം വരെ ഇതിന് മതിയാവുന്നില്ലേ? ഇതിന് മതിയാവുന്നില്ല ആലോചിക്കണം. ഇതിങ്ങനെ നോൺ സ്റ്റോപ്പ് എങ്ങനെയാണ് അലച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എവിടെ എനർജിയാണ്. വന്നപ്പോ മുതൽ 24 മണിക്കൂറും ടിവിയുടെ സൗണ്ട് കേട്ട് ഫ്രീക്വൻസി ഇങ്ങനെ കൂടി കുറഞ്ഞ് വരും. അതാണ് എന്റെ പരിപാടി. നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലമാട്ടോ. നിങ്ങൾ മൂന്നാർ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലാണ്. അതായത് വേറെ ആരും ശല്യപ്പെടുത്താനില്ല, ടിവിയിൽ മാത്രമേ ഉള്ളൂ ശല്യപ്പെടുത്താൻ അല്ലേ. വേറെ പ്രകൃതിയുടെ ശബ്ദം ആസ്വദിച്ച് പ്രകൃതിയെ നോക്കി ഇങ്ങനെ നിൽക്കാൻ പറ്റിയൊരു സ്ഥലം ബ്രാക്നൽ ഫോറസ്റ്റ്. ഡു ട്രൈ ടു വിസിറ്റ് ദിസ് പ്ലേസ്. ഞങ്ങള് എത്രയോ വർഷം മുമ്പ് ഇവിടെ വന്ന ഋഷിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. നമ്മൾ INB ഡയറീസ് പുസ്തകം വാങ്ങാത്തവര് DC ബുക്സിന്റെ വെബ്സൈറ്റിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. സോ വായിച്ചു നോക്കുക. KLT-UK യാത്രയുടെ പുസ്തകം ഓൾമോസ്റ്റ് അന്തിമ ഘട്ടത്തിലാണ്. അതും ഉടനെ വരും. കേൾക്കുന്നുണ്ടോ അല്ല ഞാൻ പറയുന്നത്? ബൈ പറ. അപ്പൊ see you tomorrow with another video. അതുവരേക്കും ബൈ.